لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദുസ് സാലിഹീനിൽ നമുക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിലായി പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനകളും പൊതുവെ പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനകളുമെല്ലാം അടങ്ങിയ ദുആകളുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലെ പ്രാർത്ഥനയാണ് നമുക്ക് ആദ്യമായി ഇന്ന് കേൾക്കുവാനുള്ളത്. വഅൻ ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അല്ലിംനി ദുആഅൻ ഖാല ഖുൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ. മഹാനായ സഹാബി ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു, ശക്കൽ എന്നാണ് സഹാബിയുടെ പേര്. ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു. അള്ളാഹിൻ്റെ റസൂലിനോട് ഒരിക്കൽ അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അല്ലിംനി ദുആ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. സഹാബിമാർക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള അവരുടെ ദാഹവും ആത്മാർത്ഥമായ അവരുടെ ആഗ്രഹവുമൊക്കെ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. പ്രവാചകരെ, എനിക്ക് ഒരു ദുആ പഠിപ്പിച്ചു തരണം. ഖാല, അപ്പം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ, അല്ലാഹുമ്മ ഖുൽ, നീ ഇപ്രകാരം പറഞ്ഞേക്കൂ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി സംഇ, എൻ്റെ കാതിൻ്റെ തിന്മയിൽ നിന്ന്, വമിൻ ശർരി ബസരി, എൻ്റെ കണ്ണിൻ്റെ തിന്മയിൽ നിന്നും, വമിൻ ശർരി ലിസാനി, എൻ്റെ നാവിൻ്റെ തിന്മയിൽ നിന്നും, വമിൻ ശർരി ഖൽബി, എൻ്റെ ഖൽബിൻ്റെ ഹൃദയത്തിൻ്റെ ശർറിൽ നിന്നും, വമിൻ ശർരി മനിയ്യി, എൻ്റെ ശുക്ലം അഥവാ ബീജം അത് മുഖേനയുണ്ടാകുന്ന ശർറിൽ നിന്നും. 5 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുവാൻ ഈ ഒരു പ്രാർത്ഥനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏറെ പ്രധാനമാണ്. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ഒന്നവൻ്റെ കേൾവി ശക്തി, മറ്റൊന്ന് അവൻ്റെ കാഴ്ച ശക്തി, മറ്റൊന്ന് അവൻ്റെ സംസാര ശേഷി, നാലാമത്തത് അവൻ്റെ ഹൃദയ
ആരോഗ്യം, അതിൻ്റെ ശക്തി, അതിൻ്റെ നന്മ. അഞ്ചാമത്തത് ലൈംഗികമായ ശക്തിയും ശേഷിയും ഒക്കെയാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണ്. ആ നിഅമത്തുകളെ ചോദ്യമുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എന്ത് പറയുമ്പോഴും കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ ആ ഓർമ്മ വേണമെന്ന് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല വ്യക്തമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ ചോദിക്കപ്പെടും എന്ന കാര്യം. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇത് സൂറത്തുൽ ഇസ്രായിലുള്ള വചനമാണ്. നിനക്ക് അറിയാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. അറിവുള്ളതേ പറയാവൂ, അറിവുള്ളതിലേ ഇടപെട്ട് സംസാരിക്കാവൂ. കാരണം എന്താണ്? തീർച്ചയായും കേൾവിയും കാഴ്ചയും ചിന്താശക്തിയുമൊക്കെ ഹൃദയവുമൊക്കെ നാളെ മഹ്ശറിൽ അവയെക്കുറിച്ച് പ്രത്യേകം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഈ ഹദീസിൽ പറഞ്ഞു തന്നെ 5 കാര്യങ്ങൾ റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളാണ്. അതൊക്കെ അതിൻ്റേതായ നേരാം വണ്ണം ഉപയോഗപ്പെടുത്തിയാൽ, വിഹിതമായ മാർഗങ്ങളിലേക്ക് മാത്രം അവ ഉപയോഗപ്പെടുത്തിയാൽ അതൊക്കെ നമുക്ക് ഖൈറായിട്ടാണ് മാറുക. അള്ളാഹു നമുക്ക് നൽകിയതാണ് കേൾവി ശക്തി, വലിയ നിഅമത്താണ്. കാത് കേൾക്കാനാവാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ, ജന്മനാ തന്നെ കേൾവി ശക്തിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു ചികിത്സയും അവരുടെ മുമ്പിൽ ഫലിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനും പറ്റൂല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുന്നു. കേവലം ഇശാറകൾ, ആംഗ്യഭാഷയിൽ മാത്രമാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കാതുകൾ നൽകപ്പെട്ട ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെയും അതിൻ്റേതായ ഏതെങ്കിലും പാർട്ടിന് വിഷമം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പിന്നെ കേൾക്കുവാനുള്ള പുറമേ നിന്നുള്ള ഉപകരണങ്ങൾ, ആധുനിക ഉപകരണങ്ങൾ വെച്ച് കേൾക്കേണ്ടി വരുന്നു. അതെടുത്താൽ അയാൾക്ക് കേൾവി ശക്തിയില്ല. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കേൾവി കൊണ്ട്, കേൾവിയിലൂടെ, കേൾവിയില്ലായ്മയിലൂടെ അവർ അനുഭവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഓരോന്നും അനുഗ്രഹമാണ്. ഹദീസിൽ പറഞ്ഞ ഓരോന്നും. കാത്, നീ കണ്ണ്, പറയാനുണ്ടോ? കണ്ണില്ലാത്തവനല്ലേ കണ്ണിൻ്റെ വിലയറിയോ? എത്രത്തോളം ആ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ ചികിത്സിക്കാൻ, ട്രീറ്റ് ചെയ്യാൻ, ഓപ്പറേഷൻ നടത്താൻ, മറ്റു കാര്യങ്ങൾ നടത്താൻ ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. എത്രയാണ് അപ്പോൾ ഈ കാതിൻ്റെയും കണ്ണിൻ്റെയും അനുഗ്രഹം? ഈ നാവ്, ലിസാന് അള്ളാഹു നൽകിയ, പ്രത്യേകം എടുത്തു ചോദിച്ചതാണ്. അവൻ 2 കണ്ണുകൾ നൽകിയില്ലേ? വലിസാനൻ, നാവ് നൽകിയില്ലേ? വശഫതൈനി, 2 ചുണ്ടുകൾ, കീഴ്ചുണ്ടുകളും മേൽചുണ്ടും. കാരണം ഈ ചുണ്ടുകൾ ഉണ്ടെങ്കിലേ ഈ നാവ് വർക്ക് ചെയ്യൂ. ചുണ്ടില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല. അതൊക്കെ പ്രത്യേകം ഖുർആൻ സൂറത്ത് നമുക്കൊക്കെ സുപരിചിതമായ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, സൂറത്തുൽ ബലദിലൂടെ പഠിപ്പിച്ചിരുന്നതാണ്. ഖൽബ്, ചിന്താശേഷി, ഹൃദയം, ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക. അതുപോലെ തന്നെ ലൈംഗികമായ ശക്തി. ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ഭക്ഷണം പോലെ, അതുപോലെ തന്നെ വെള്ളം പോലെ, വസ്ത്രം പോലെ അവന് ആവശ്യമായൊരു കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ ഉൽപാദനത്തിനും തലമുറകൾ വളരുവാനുമൊക്കെ ഇവിടെ മനുഷ്യൻ്റെ ആവശ്യമായ ഒരു ശേഷിയാണ് അവൻ്റെ ലൈംഗികമായ ശേഷിയും ശക്തിയും. ഇതൊക്കെ അള്ളാഹു തരുന്ന നിഅമത്തുകൾ. ആ നിഅമത്തുകൾ കൊണ്ടൊക്കെ ഖൈർ നേടിയെടുക്കുവാൻ വിശ്വാസിക്ക് സാധിക്കുന്നു. അവൻ ധാരാളം നല്ലത് കേട്ടുകൊണ്ട്, അള്ളാഹു നൽകിയ കാതിനെ കൊണ്ട് അവൻ ഖൈറുകൾ നേടുന്നു. ആ കാതിലൂടെ ഒരുപാട് ഖൈറുകൾ അവൻ നേടുന്നു. നല്ലത് കേൾക്കുന്തോറും അവൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു പ്രത്യേകമായ തഖ്വ ലഭിക്കുന്നു. അവൻ്റെ സൽക്കർമ്മങ്ങളുടെ റെക്കോർഡിൽ അത് രേഖപ്പെടുത്തപ്പെടുന്നു. നല്ലത് കാണുമ്പോൾ അവൻ്റെ കണ്ണുകൾ കൊണ്ടവൻ നന്മ ചെയ്യുന്നു. അതവൻ്റെ
നന്മയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്നു. നാവ് കൊണ്ട് നല്ലത് പറയുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ ആ ഖൈർ രേഖപ്പെടുത്തപ്പെടുന്നു. ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കുമ്പോൾ ആ ഖൽബ് മുഖേന അവന് ഖൈർ രേഖപ്പെടുത്തപ്പെടുന്നു. അള്ളാഹു നൽകിയ ലൈംഗിക ശേഷിയെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ലൈംഗികമായ അവയവങ്ങളെ ഹറാമുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. വിഹിതമായ മാർഗത്തിലൂടെ അള്ളാഹു അനുവദിച്ച വിധത്തിൽ അവന്റെ ശുക്ല നിക്ഷേപം അല്ലെങ്കിൽ അവന്റെ ശുക്ല വിസർജനം നടക്കുമ്പോൾ അതിലൂടെയും അവന് പുണ്യകർമ്മമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ എണ്ണിപ്പറഞ്ഞ 5 മുഖേനയും വിശ്വാസിക്ക് ഖൈറാണ് ലഭിക്കുന്നത്. എന്നാൽ ഏത് നിഅമത്തും വിഹിതമല്ലാത്ത വഴിയിലേക്ക് തിരിഞ്ഞാൽ അത് മുഖേന വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ്, അപകടങ്ങളാണ് സംഭവിക്കുക. ആ അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാനാണ് ഇവിടെ ഈ സഹാബിക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളും ഇത് മനഃപ്പാഠമാക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ശർരി സംഈ, എൻ്റെ കാതിൻ്റെ ശർറിൽ നിന്ന്. എൻ്റെ കാതുകൊണ്ട് നിനക്ക് വെറുപ്പുള്ളതൊന്നും കേൾക്കുന്ന ഒരവസ്ഥ വരാതെ നീ നോക്കണം. ഗീബത്ത് കേൾക്കുക, ഗീബത്ത് പറയൽ മാത്രമല്ല, മറ്റൊരാളുടെ കുറ്റം പറയുന്ന സദസ്സിൽ അതിനെ എതിർക്കാതെ അത് കേൾക്കലും നമുക്ക് തെറ്റാകും. അതുപോലെ തന്നെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കൽ തെറ്റാണ്. മ്യൂസിക്കുകൾ, സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ, ആ വിധത്തിലുള്ള കാര്യങ്ങൾ, അശ്ലീലമായ സംസാരങ്ങൾ, അശ്ലീലമായ കാര്യങ്ങൾ, ഒരു അന്യ സ്ത്രീയിൽ നിന്ന് കേൾക്കുന്നത്, ഒരു അന്യ സ്ത്രീയോട് അവിഹിതമായി സംസാരിക്കുന്നത്, അത് കേൾക്കുന്നത്, അവൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നത്, അത് കാതിൻ്റെ വ്യഭിചാരമായിട്ടല്ലേ എണ്ണിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള ശർറുകൾ മനുഷ്യന്റെ കാതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടോ? കുഫറിന്റെ വർത്തമാനങ്ങൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുടെ വാക്കുകൾ, ഇസ്ലാമിനെ, അള്ളാഹുവിനെ ചീത്ത പറയുന്നവരുടെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിക്കുന്നവരുടെ സംസാരം, അതൊന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഏതൊക്കെ മോശപ്പെട്ട വാക്കുകളുണ്ടോ അതിനൊക്കെ എൻ്റെ കാത് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുന്നതില്ലെന്ന്, അങ്ങനെ എൻ്റെ കാത് മുഖേനയുണ്ടാകാവുന്ന സകല തിന്മകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വളരെ ക്ലിയറാണ്. വമിൻ ശർരി ബസരീ, എൻ്റെ കണ്ണിൻ്റെ ശർറിൽ നിന്നും. കണ്ണുകൊണ്ട് മനുഷ്യൻ എന്തൊക്കെയാണിന്ന് കാണുന്നത്, എന്തൊക്കെയാണിന്ന് കേൾക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുകളാണ്. ആരാരും അറിയാതെ അവരവരുടെ കാതുകളിലേക്ക് ഇയർഫോൺ ഫിറ്റ് ചെയ്തുകൊണ്ട്, ആരാരും അറിയാതെ എന്താണ് കേൾക്കുന്നതെന്ന് പോലും മറ്റൊരാൾ അറിയാതെ, ഇരുചവി അറിയാതെ അവരവർക്ക് കേട്ട് ആനന്ദിക്കാനും അതുപോലെ തന്നെ കണ്ട് ആസ്വദിക്കുവാനും പറ്റിയ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രത്തോളം ആത്മാർത്ഥമായി നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് ഇതൊക്കെ റബ്ബിനോട് ചോദിക്കണം. റബ്ബേ, എൻ്റെ കാതുകൊണ്ടുണ്ടാകുന്ന ശർറിൽ നിന്ന് കാവല് തരണം. എൻ്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന കട്ടുനോട്ടങ്ങൾ ആരാരും അറിഞ്ഞിട്ടില്ല, ഞാൻ ആരും അറിയാതെ നോക്കിയതാണ്. പക്ഷേ എല്ലാ നോട്ടങ്ങളും അറിയാവുന്ന റബ്ബല്ലയോ നീ. യഅലമു ഖായിനത്തൽ അഅ്യുനി, ഏത് കണ്ണുകളുടെ വഞ്ചനാ നോട്ടങ്ങളെയും അവൻ അറിയുന്നുണ്ട്. റബ്ബേ, അങ്ങനെ എൻ്റെ കണ്ണുകൊണ്ട് അരുതാത്തതിലേക്ക് നോക്കൽ, അശ്ലീലതകൾ കാണൽ, അന്യപെണ്ണുങ്ങളെ നോക്കൽ, അന്യപെണ്ണുങ്ങളെ ഔറത്ത് കണ്ട് ആസ്വദിക്കൽ, അത് ഏത് വിധത്തിലാണെങ്കിലും തെറ്റാണല്ലോ. അതുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ടുള്ള ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വളരെ വ്യക്തമാണ്. വമിൻ ശർരി ലിസാനി, എൻ്റെ നാവ് കൊണ്ടുള്ള ശർറിൽ നിന്ന്. മനുഷ്യർ ഏറ്റവും കൂടുതൽ നരകത്തിയിലേക്ക് മുഖം കുത്തി വീഴുവാൻ നിമിത്തമായി മാറുന്നത് അവൻ്റെ നാവുകൾ കൊയ്തെടുക്കുന്ന വിളവുകളല്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുണ്ട്. അധിക ജനങ്ങളും നരകത്തിയിൽ മൂക്കുകുത്തി വീഴാൻ കാരണം
ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്ത വിളവുകളല്ലാതെ മറ്റെന്തുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചുവെങ്കിൽ എത്ര ഗുരുതരമാണ് നമ്മുടെ നാവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് നരകം വാങ്ങുന്നത്. ആ നാവ് കൊണ്ട് അശ്ലീലം പറയുന്നു, അത് വ്യഭിചാരമാണ്, നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. നുണ പറയുന്നു, നാവ് കൊണ്ടുള്ള മഹാപാപമാണ്. ഗീബത്ത് പറയുന്നു, നാവ് കൊണ്ടുള്ള മഹാപാപമാണ്. ഏഷണി കൂട്ടുന്നു, നാവ് കൊണ്ടുള്ള മഹാപാപമാണ്. അതേപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ അരുതാത്തതിന് കള്ളസാക്ഷ്യം പറയുക, കള്ളസത്യം ചെയ്യുക, ശിർക്കിന്റെ വാക്കുകൾ പറയുക, കുഫറിന്റെ വാക്കുകൾ പറയുക, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥിക്കുവാനുള്ള വാചകങ്ങൾ അവൻ നാവുകൊണ്ട് ഉരുവിടുന്നു. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി നാക്കിട്ടടിക്കുന്നു, ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി നാക്കിട്ടടിക്കുന്നു. ഇങ്ങനെ ഈ നാവ് കൊണ്ട് യാതൊരു ലൈസൻസുമില്ലാതെ റബ്ബ് തന്ന ഈ നാവ് കൊണ്ട് റബ്ബിനെ ഭയപ്പെടാതെ റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോ ഈ നാവിന് സീല് വെക്കുന്ന ലോകമാണ് പരലോകം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്ന ദിവസം, നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്ന സീല് വെക്കുന്ന ദിവസം എന്ന് സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. അപ്പൊ നാവ് കൊണ്ട് നരകം വാങ്ങാണ്, നാവ് കൊണ്ട് നരകം വാങ്ങുകയാണ്. അറിഞ്ഞും അറിയാതെയുമൊക്കെ എത്രയാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് വലിയ രൂപത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിലെത്തേണ്ട നമ്മൾ ഈ വാക്കുകൾ മുഖേന നമ്മൾ ഈ നാവ് കൊണ്ട് പരിക്ക് ഏറ്റിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ വീതിച്ചു കൊടുത്തിട്ട് നമ്മൾ പാപ്പറായി പോകുന്ന ദുരന്തത്തിലേക്കൊക്കെ മനുഷ്യനെ എത്തിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് തന്നെ റബ്ബേ, എൻ്റെ നാവ് കൊണ്ട് ഖൈറല്ലാതെ ഷർറ് പറയുന്നവരവസ്ഥ വരരുതേ. നാവ് കൊണ്ടുള്ള ഷർറിൽ നിന്നും ഞാൻ നിന്നോട് കാവല് തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഈ വമിൻ ശർരി ബസരീ വമിൻ ശർരി ലിസാനീ വമിൻ ശർരി ഖൽബീ. ഖൽബ് കൊണ്ട് കുറേ ഷർറുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ലത് ചിന്തിക്കാനാണ് അള്ളാഹു ഖൽബ് തന്നത്. റബ്ബിനെ കുറിച്ച് ചിന്തിക്കാനാണ് റബ്ബ് ഖൽബ് തന്നത്. ചിന്തിക്കും തോറും അള്ളാഹിനെ കുറിച്ച് അറിയാനും അവന്റെ വഹ്ദാനിയത്ത് അഥവാ അവൻ മാത്രമാണ് ഏകൻ, അവൻ മാത്രമാണ് ലോകത്തിന്റെ സൃഷ്ടാവ്, ആരാധ്യൻ അവൻ മാത്രമാണ്. അവന്റെ ഖുദ്റത്തിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ ഓർത്തുകൊണ്ട് അത് ചിന്തിക്കുക. അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. റബ്ബിന്റെ ഖുദ്റത്തുകൾ ഓർത്ത് നല്ലോണം ആലോചിക്കുക. അതല്ലേ ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, രാപ്പകലുകൾ ഇവിടെ ഇങ്ങനെ മാറി മാറി വന്നു പോകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അവർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണ്. അപ്പം നല്ലത് ചിന്തിക്കാൻ, നല്ലതിന് ഇടം കൊടുക്കാൻ, നല്ലത് നിറച്ചു വെക്കാനൊക്കെയുള്ളതാണ് ഖൽബ്. ശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ അത് നമ്മളുടെ ഹൃദയത്തിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഹൃദയത്തിൽ അതങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുകയാണ്. അവിടെ ആ ഖൽബിലേക്ക് അങ്ങനെ നൂറുകൾ നമ്മൾ വാരി നിറക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ളുലുമാത്തുകൾ, ഇരുട്ടുകൾ അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോയിക്കൊള്ളും. ഇതൊക്കെ ഖൽബിന്റെ ഖൈറ. നേരെ മറിച്ച് ഇതിന്റെ സ്ഥാനത്ത് മുഴുവൻ എന്ത് ചെയ്യാണ്? ഹസദ് നിറയുകയാണ്. അന്യനെ കുറിച്ചുള്ള അസൂയ, മറ്റുള്ളവനോടുള്ള പക, വിദ്വേഷം, അതുപോലെ തന്നെ റബ്ബൊരിക്കലും പൊറുക്കാത്ത ശിർക്കാകുന്ന വിശ്വാസം, ആ ഇഅ്തിഖാദ് അവന്റെ ഖൽബിൽ, കുഫിരിയത്തിന്റെ വിശ്വാസം അവന്റെ ഖൽബിൽ. ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ അവൻ ആലോചിക്കുകയാണ്. ഏത് സമയത്തും അവന്റെ ചിന്ത മുഴുവനും ദുന്യാവാണ്. ദീനിനെ കുറിച്ച് അവന്റെ ഖൽബിൽ ചിന്തയില്ല. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹിനോട് കാവൽ ചോദിക്കാൻ നമ്മോട് പഠിപ്പിച്ചതാണ്. റബ്ബേ,
എൻ്റെ ചിന്ത മുഴുവനും ദുന്യാവാക്കി തീർക്കുന്ന ഒരവസ്ഥ വരരുതേ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയില്ലതുണ്ടല്ലോ, ദുന്യാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വലാ തജ്അലി ദുന്യാ അക്ബറ ഹമ്മിനാ വലാ തജ്അലി ദുന്യാ, ദുന്യാവിനെ നീ ആക്കല്ല അല്ലാഹ് അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ ഹമ്മിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം. മനസ്സിലെപ്പോഴും ടെൻഷനാണ്, ഹമ്മാണ്, ചിന്തയാണ്. എന്താണ് ചിന്ത? റബ്ബേ മരിച്ചു പോകണമല്ലോ, ഞാൻ എത്ര പാപിയാണ്, ഖബറിൽ കിടക്കണമല്ലോ, മഹ്ശർ വരാനുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ. അതൊന്നുമല്ല. ഏത് സമയത്തും അവൻ്റെ മനസ്സിൽ ദുന്യാവിൽ എന്താണ് കുറച്ച് മുതലുണ്ടാകാൻ വഴി, അതുമാത്രമാണ് അവൻ്റെ മനസ്സിലുള്ള ഹമ്മ്. അങ്ങനെ ഏത് സമയത്തും ഹൃദയത്തിൽ ദുന്യാവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം വരുന്ന ഒരവസ്ഥ ഖൽബിന് ബാധിക്കുന്ന ശർറാണ്. റബ്ബേ അത്തരത്തിലുള്ള ശർറ് വരരുത്. മനസ്സിനെ ബാധിക്കുന്ന മറ്റൊരു ശർറാണ് വസ്വാസ്, ദീനിന്റെ കാര്യങ്ങളിൽ ഒരു അടിയുറപ്പില്ലായ്മ. എത്ര കേട്ടാലും എത്ര പഠിച്ചാലും അവന് ശങ്ക തീരുന്നില്ല. സംശയദൃഷ്ടിയോടെയാണ് അവനെല്ലാം ഇപ്പോഴും നിരീക്ഷിക്കുന്നത്, കാണുന്നത്. വിശ്വാസം അവന്റെ ഖൽബിൽ ഉറച്ചിട്ടില്ല. ഹൃദയം എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടുകയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രാർത്ഥനയിലൂടെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ദുആ ചെയ്യാനും പഠിപ്പിച്ചത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ഹൃദയം അങ്ങോട്ട് തെറ്റിപ്പോയാൽ അത് പിന്നെ ഷർറിലേക്കാണ് പോവുക. അതുകൊണ്ട് ഹൃദയത്തിന് കറ ബാധിക്കരുത്. ഹൃദയത്തിന് കറ ബാധിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നെ എന്താണ്? പാപങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറ വീഴുകയാണ്. പിന്നെ കറ ഇങ്ങനെ അധികമായാൽ ലൈറ്റ് പിന്നെ അതിലേക്ക് കിടക്കൂല, പ്രകാശം പിന്നെ അതിലേക്ക് കിടക്കൂല. ശുദ്ധമായ ഒരു ഗ്ലാസ് കണ്ടിട്ടില്ലേ? ട്രാൻസ്പെറൻ്റ് ആയ ഗ്ലാസ്, അകത്തേക്കും പുറത്തേക്കും ഒരുപോലെ കാണുന്നൊരു ഗ്ലാസ്. അതിലങ്ങോട്ട് ധാരാളമായി കരിയും പുകയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്കൊന്നും നമുക്ക് കാണാനാവില്ലെന്ന് മാത്രമല്ല, ഒരു ടോർച്ചോ ഒരു ലൈറ്ററോ കൊണ്ട് ഈ പുറത്തു നിന്ന് അടിച്ചാലും ആ പ്രകാശം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകൂല. ഇതുപോലെ നമ്മുടെ ഖൽബിന് റൈന് ബാധിച്ചാൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് ക്ലാവ് ബാധിച്ചിരിക്കുകയാണ്, തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്, റൈന് ബാധിച്ചിരിക്കുകയാണ്. ആ അവസ്ഥ വരുന്നത് ഖൽബിനെ ബാധിക്കുന്ന ശർറാണ്. റബ്ബേ ആ ശർറുകളൊന്നും ബാധിക്കാതെ എന്ത് കേട്ടാലും എൻ്റെ ഹൃദയത്തിൽ ഈമാൻ കൂടുന്ന ഖുശൂഉള്ളവർ ഖൽബ് തരണം. ഖുർആൻ കേട്ടാൽ, ഹദീസ് കേട്ടാൽ, നിന്നെക്കുറിച്ച് കേട്ടാലൊക്കെ ഭയം തോന്നുന്നവർ ഖൽബ് തരണം. അതൊക്കെയാണ് ഖൽബിൻ്റെ ഖൈറ്, മറ്റതൊക്കെ ഖൽബിൻ്റെ ശർറ. അപ്പൊ ശർറ് ഇങ്ങനെയൊക്കെ ഖൽബിനെ ബാധിക്കും. വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൽ അതേ നല്ല നല്ല ചിന്തകൾ, നന്മകൾ ചെയ്യാനുള്ള ചിന്ത. അതേ അവസരത്തിൽ ശർറ് ബാധിച്ചു കഴിഞ്ഞാൽ ആ ഖൽബ് കൊണ്ട് പിന്നെ ചിന്തിക്കുന്നത് മുഴുവനും എപ്പോഴാണ് ഒരു തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുക, എപ്പോഴാണ് ഒരു ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടുക, അതിനുള്ള തക്കവും അവസരവും നോക്കുന്ന ചിന്താഗതിയാണ് മനസ്സിൽ കൂടുകൂട്ടുക. അതൊക്കെ വലിയ ആപത്തുകളാണ്, ഖൽബിൻ്റെ ആപത്തുകളാണ്. റബ്ബേ എനിക്കത് ബാധിക്കരുത്. വമിൻ ശർരി ഖൽബി, എൻ്റെ ഖൽബ് കൊണ്ടുണ്ടാകാവുന്ന ഏതൊക്കെ ശർറുകളുണ്ടോ നിന്നോട് കാവൽ ചോദിക്കുന്നു. അഞ്ചാമതായും അവസാനമായും പറഞ്ഞതെന്താണ്? വമിൻ ശർരി മനിയ്യി. മനിയ്യ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന വേർഡാണ്. മനിയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷന്റെ ബീജം, പുരുഷന്റെ ശുക്ലം, ഇതിനാണ് മനിയ്യ് എന്ന് പറയാ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവന്റെ ലൈംഗികാവയവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ ഫർജ് കൊണ്ടുണ്ടാകുന്ന ശർറുകള് നേരത്തെ പറഞ്ഞു. വിവാഹം കഴിച്ച് വിഹിതമായ മാർഗത്തിലൂടെ തൻ്റെ ഇണയോട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പോലും നിങ്ങൾക്ക് പുണ്യമുണ്ടെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. സഹാബത്തിനോട് എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു ആശ്ചര്യം തോന്നണ്ട. ഇണയോടൊത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും പുണ്യമാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട.
അതിൻ്റെ മറുവശം ആലോചിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുകയാണ് സഹാബിമാരോട്, മനുഷ്യൻ്റെ ഈ ലൈംഗികമായ ശേഷിയെയും ശക്തിയെയും അവിഹിതമായ ഹറാമായ ഒരു കാര്യത്തിലേക്ക് അവൻ ഉപയോഗിച്ചാൽ അവന് കുറ്റം കിട്ടൂലേ? അപ്പോൾ അതിൻ്റെ മറുവശമായ ഹലാലിൽ ഉപയോഗിക്കുമ്പോൾ അവന് പുണ്യവും കിട്ടുന്നു. അപ്പം വിഹിതമായ മാർഗത്തിലാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാത്ത രൂപത്തിൽ ഒരാൾ സ്വവർഗരതി നടത്തുന്നു, അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അതുപോലെ തന്നെ സ്വയം സ്ഖലിപ്പിക്കുന്നു. മനുഷ്യൻ സ്വന്തമായി തന്നെ എന്ത് ചെയ്യാണ്? അവൻ മാസ്റ്റർബേഷൻ നടത്തുകയാണ്. പാടില്ലാത്ത സംഗതിയാണ്. വിഹിതമായ മാർഗത്തിലൂടെ ഇസ്ലാം എന്താണോ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത് അത് മാത്രമല്ലേ അതിൻ്റെ ഖൈറുള്ളൂ, അല്ലാത്തതൊക്കെ ഷർറാണ്. അപ്പൊ റബ്ബേ വ്യഭിചാരത്തിൽ നിന്ന് എന്നെ കാക്കണേന്നാണ് പറയുന്നത്. തൻ്റെ ലൈംഗികാവയവം കൊണ്ടുള്ള ഷർറിൽ ഏറ്റവും വലുതെന്താണ്? വ്യഭിചാരമാണ്. അതുപോലെ തന്നെ ആ വ്യഭിചാരത്തിൻ്റെ മുഖദ്ദിമാത്തുകളായിക്കൊണ്ട്, ആമുഖമായിക്കൊണ്ട് മനുഷ്യരിൽ വികാരമുണരുമ്പോൾ അവൻ ഹറാമുകൾ കാണും, കേൾക്കും, പറയും, അതിലേക്കുള്ള ആശ വെക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുഖദ്ദിമാത്തുകളാണ്. ആ വിധത്തിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകൾ, അവിഹിതമായ ചിന്തകൾ ഒന്നും എന്നിൽ ഏശാതെ റബ്ബേ നിന്റെ കാവലുണ്ടാകണം. അപ്പോൾ വളരെ പ്രധാനമാണ്, ഇതെല്ലാം വളരെ പ്രധാനമല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുആ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്ന ഈ ദുആ നമ്മളൊക്കെ എഴുതി വെച്ച് തെറ്റുകൂടാതെ അർത്ഥസഹിതം പഠിച്ച് ആശയം മനസ്സിൽ ഉറപ്പിച്ച് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. ഇനി അടുത്ത ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വസയ്യിൽ അസ്ഖാം. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. കൊറോണയുടെയൊക്കെ കാലത്ത് ഇത് നമ്മൾ ഒരുപാട് കേട്ടതും ഞാൻ ഓർക്കുന്നു, ഒരുപാട് ആളുകൾ ഇതൊക്കെ മനഃപ്പാടമാക്കിയവരുണ്ടാകും ആ സമയത്ത്. ആ ഒരു കാലത്ത് എല്ലാവരും ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പകർച്ചവ്യാധികളൊക്കെ വ്യാപിക്കുന്ന കാലത്ത്, അത് അന്ന് മാത്രമല്ല ഏത് കാലത്തും വിശ്വാസികളുടെ നിത്യ ദുആകളിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ലോകത്ത് ഇന്നും മഹാമാരികൾ അവസാനിച്ചിട്ടൊന്നുമില്ല. മഹാമാരികൾ ഭൂമിയിൽ വന്നുകൊണ്ടേയിരിക്കും. ചില ദിവസങ്ങളിലൊക്കെ വലിയ വർഷത്തിൽ ഒരിക്കൽ ലോകത്തേക്ക് ഇറങ്ങുന്ന മഹാമാരികളുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയൂല. ഏത് ദിവസത്തിലാ ഏത് രാത്രിയിലാ ഒന്നും നമുക്കറിയൂല. രോഗങ്ങൾ ലോകത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാണ്. മുൻകരുതലുകൾ സ്വീകരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വിഷയമാണത്. നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങൾ കുടിക്കുന്ന പാനീയങ്ങൾ അടക്കാതെ മലർക്കെ തുറന്നു വെക്കരുത്. ഗ്ലാസ്സിലോ കലത്തിലോ പാത്രത്തിലോ മറ്റു പാത്രങ്ങളിലോ ഒക്കെ ഭക്ഷണപാനീയങ്ങൾ വെച്ചിട്ട് അത് മൂടി വെക്കാതെ കിച്ചണുകളിലൊക്കെ വെക്കുന്ന എത്രയോ ആളുകളില്ലേ. മൂടി വെക്കാതെ ഭക്ഷണം വെക്കരുത്, മൂടി വേണം. ഇനി ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ തന്നെ പലരും അതൊരു സ്റ്റൈലായിട്ട് ഇങ്ങനെ മലർത്തി വെക്കുന്ന രീതിയാണ് പലയിടത്തും കാണുക. വാസ്തവത്തിൽ മലർത്തിയല്ല വെക്കേണ്ടത്, കമഴ്ത്തി വെക്കണം. കാരണം ആ ഗ്ലാസ് നമ്മൾ കഴുകാതല്ലേ, അല്ല വൃത്തിയാക്കി വെച്ചൊക്കെ കഴുകി വെച്ചിട്ട് പാത്രങ്ങളൊന്നും മലർത്തിയല്ല വെക്കേണ്ടത്, കമഴ്ത്തി വെക്കണം. എന്താ കാരണം? നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ കമഴ്ത്തി വെക്കണം എന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ലോകത്ത് മഹാമാരികൾ ഇറങ്ങുന്നുണ്ട് എന്നാണ്. ആ മഹാമാരികൾ ഇറങ്ങുന്നുണ്ട്, അത് എപ്പോഴാണെന്ന് അറിയൂല. വർഷത്തിൽ ഒരിക്കൽ ഒരു മഹാമാരി ഇറങ്ങുന്നുണ്ട് എന്നാണ്, വലിയ രോഗം ഇറങ്ങുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയൂല എപ്പോഴാണെന്നൊന്നും. നമ്മളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളത് നമുക്കറിയില്ല. നമ്മളെ ചുറ്റുഭാഗത്തുള്ളവർക്ക് എന്തൊക്കെയാണുള്ളത് എന്നും അറിയില്ല. നമ്മളെത്ര പ്രൊട്ടക്ഷൻ സ്വീകരിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയൂല പല വിധത്തിലുള്ള രോഗങ്ങൾ. അപ്പോ 4 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ 3 രോഗങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. മൊത്തത്തിൽ പിന്നെ എല്ലാ മോശപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞു. എല്ലാവർക്കും മനപ്പാടുണ്ടാകും. മടപ്പാടില്ലാത്തവരും അർത്ഥം അറിഞ്ഞ് ആശയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഏതാണ്? അനസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് പറയുന്നത്. പ്രസിദ്ധനാണ്, നമുക്കറിയാം. പ്രവാചക തിരുമേനിയുടെ കൂടെ ഖാദിമായി തന്നെ ഉണ്ടായിരുന്ന, സേവകനായിട്ട് ദീർഘകാലം ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് അനസ് റളിയല്ലാഹു അൻഹു. കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ സഹാബിയാണ് പറയുന്നത്, അള്ളാഹിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിരുന്നു:
അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, മിനൽ ബറസി, വെള്ളപ്പാണ്ടിൽ നിന്ന്. ബറസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. പക്ഷെ ശരീരത്തിൽ കണ്ടിട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ വെള്ളം നിറായിട്ട് അങ്ങനെ ആരും ഇഷ്ടപ്പെടൂലല്ലോ അത്. അപ്പോൾ വെള്ളപ്പാണ്ട് വരരുത് റബ്ബേ, വെള്ളപ്പാണ്ടിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതുപോലെ തന്നെ വൽ ജുനൂൻ, ഭ്രാന്തിൽ നിന്ന്. ജുനൂന് മാനസിക രോഗമാണ്. മാനസികമായ രോഗം ബാധിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. ബുദ്ധി പോവുകയാണ്, ഭ്രാന്തായിത്തീരുന്ന അവസ്ഥ. പിന്നെ എന്ത് പറയണം, കേൾക്കണം എന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് വിശദീകരിക്കാതെ അറിയാം അതിൻ്റെ ഗൗരവം. അല്ലാഹു കാക്കട്ടെ. അപ്പം ജുനൂന്, മനോരോഗിയായി പോകാൻ മനുഷ്യന്മാർ ജന്മനാ തന്നെ ഇങ്ങനെ ഭ്രാന്തന്മാരാകുന്ന ആളുകളുണ്ട്. യാതൊരു കുഴപ്പമില്ലാതെ കുറേ കാലം ജീവിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ ചില അസ്വസ്ഥതകൾ വന്നപ്പോൾ അതിൻ്റെ പേരിൽ ബുദ്ധി മറിഞ്ഞു പോയ ആളുകളുണ്ട്. അങ്ങനെ മനോരോഗികളാകുന്ന ആളുകളുണ്ട്. ഡിപ്രഷനിൽ പെട്ടുപോയിട്ട് അങ്ങനെ പിന്നെ അത് ജുനൂനായി മാറിയ ആളുകളുണ്ട്. അങ്ങനെ ഏതൊക്കെ വിധത്തിലുള്ള ഉത്കണ്ഠകളും ആശങ്കകളും ഭയങ്ങളും പല വിധത്തിലുള്ള കാര്യങ്ങളും ഞെട്ടലോടുകൂടെയുള്ള വാർത്തകൾ കേട്ടതിൻ്റെ ശേഷം, ചില അസുഖങ്ങൾ ബാധിച്ചതിൻ്റെ ശേഷം ഒക്കെ മനുഷ്യർ രോഗികളായി ഈ വിധത്തിലൊക്കെ ആകാറുണ്ട്. മനോനില തെറ്റുക, മനോനില തകരാറിലാവുക. റബ്ബേ കാക്കണം. വൽ ജുസാമി, പിന്നെ കുഷ്ഠരോഗം, ലെപ്രസി എന്നറിയപ്പെടുന്ന കുഷ്ഠരോഗം. കുഷ്ഠരോഗികൾ ഇന്നും ലോകത്തുണ്ട്. കുറേയൊക്കെ എടുത്തുപോയി, കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്ന രൂപമാണ്. കൈകാലുകളിലൊക്കെ അത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അത് കണ്ടവരാണ്, കാണുന്നവരാണ്. ഇന്നും നമുക്ക് ഇതൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അത്തരം രോഗം ലോകത്തുണ്ട്. റബ്ബേ, ആ വിധത്തിലുള്ള രോഗങ്ങളൊന്നും തരരുതേ. പിന്നെ പറയണേ, എണ്ണിപ്പറഞ്ഞില്ല, മൊത്തത്തിൽ പറയാണ് അസ്ഖാം എന്ന് പറഞ്ഞാൽ വേദനകൾ, രോഗങ്ങൾ. സയ്യി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഏതൊക്കെ രോഗങ്ങളുണ്ടോ, മോശപ്പെട്ട ഏതെല്ലാം വേദനകളുണ്ടോ, എല്ലാത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ലോകത്തൊന്ന് പേര് അറിയപ്പെടുന്നതും അല്ലാത്തതുമായ, നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ ആയിരക്കണക്കിന് രോഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. രോഗാണുക്കളുണ്ട്, വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്, മഹാമാരികളുണ്ട്. ക്യാൻസർ, അല്ലാഹു കാക്കട്ടെ. ക്യാൻസർ, കിഡ്നിക്ക് രോഗം ബാധിക്കുക. കിഡ്നിക്കൊക്കെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഡയാലിസ് ചെയ്യേണ്ടി വരും. എത്രയോ കാലമായി മുടങ്ങാതെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. എത്ര പ്രയാസമാണ് അവരൊക്കെ അനുഭവിക്കുന്നത്. രോഗങ്ങൾ വരാതിരിക്കാൻ അല്ലാഹുവോട് തേടുക. സയ്യുൽ അസ്ഖാം, അസ്ഖാമുകളിൽ മോശപ്പെട്ടത്, രോഗങ്ങളിൽ മോശപ്പെട്ടത്. ചിത്തയായ കുറേ രോഗങ്ങളുണ്ട്, എണ്ണിപ്പറയാനാവാത്തത്ര രോഗങ്ങളുണ്ട്. അപ്പം അതിലെല്ലാം പെട്ടു. ആദ്യം 2-3 പ്രത്യേകം എടുത്തു പറഞ്ഞു. പിന്നെ എല്ലാം പെടുന്നതുമാണ്. അതിൽ എന്തൊക്കെ ഉണ്ടോ ഒക്കെ നമ്മളെ മനസ്സിൽ വരുന്നതും വരാത്തതും ഒക്കെ ഉണ്ടാവും. ഒക്കെ അല്ലാഹുവോട് കാവൽ ചോദിക്കുക, അതുകൊണ്ട് മറക്കാതിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുസാമി വസയ്യിൽ അസ്ഖാം. ഒക്കെ അല്ലാഹുവോടുള്ള കാവൽ തേട്ടൽ. നോക്കി നിങ്ങൾ, അസുഖം വന്നൊക്കെ അല്ലാഹുവോടാ തേടുന്നത്. ആദ്യം കേട്ട പ്രാർത്ഥനയിൽ നോക്കി നിങ്ങൾ, ഒക്കെ അല്ലാഹുവോടല്ലാത്തൊരു കാവൽ തേട്ടുണ്ടോ? കാക്കുന്നവൻ നീയാണ്. എല്ലാ കാവലും നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവോട് നേർക്ക് നേരെയാണ് ആ തേടുന്നത്. സഹാബിക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ആദ്യം പഠിപ്പിച്ച ദുആയിൽ നമ്മൾ ആമുഖം കേട്ടതെന്താ? മഹാനായ സഹാബി ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആൻ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. അപ്പം നേരിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ കാര്യമില്ലെങ്കിൽ ആ സഹാബിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ശക്കലേ, നീ ആദ്യം എന്നോട് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. നബിയേ, എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൽബ് കൊണ്ട്, മനീയ മുഖേനയൊക്കെ ഉണ്ടാകുന്ന ശർറിൽ നിന്ന് അങ്ങയുടെ കാവലുണ്ടാകണേ എന്ന് നബി തങ്ങളോട് പ്രാർത്ഥിക്കാനാണോ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്? ആലോചിക്കൂ സഹോദരങ്ങളെ, എന്തിനും ഞാനിത് ആവർത്തിച്ച് പറയുന്നത്? നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് ഇപ്പോഴും പറയുന്നത് എന്താ? ഏത് കാര്യത്തിനും നിങ്ങൾക്ക് കാവല് തരുന്നത് മടവൂര് ശൈഖാണ്, മുഹീദ്ദീൻ ശൈഖാണ്, ബദരീങ്ങളാണ്. അങ്ങനെ കാവൽ തേടാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നു. മജ്ലിസുന്നൂറുകൾ എന്ന് പറഞ്ഞുകൊണ്ട്
പ്രകാശത്തിൻ്റെ മജ്ലിസുകൾ എന്ന പേരിട്ടിട്ട് ചെകുത്താനിൻ്റെ ഇരുട്ട് പരത്തുന്ന മജ്ലിസുകളിലൂടെ അവരതാ ദിക്ർ ചൊല്ലുന്നു എന്ന നിലക്ക് ഏത് കാര്യത്തിനും ദണ്ണം വബ വസൂരിയും മറ്റുള്ള ദീനമടങ്കലും. കണ്ടോ, ദണ്ണം വബ വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ എന്ന് പറഞ്ഞ് ബദരീങ്ങളെ ബറക്കത്തിനാൽ ജിയാക്കണേ അല്ലാഹ്. അപ്പൊ ബദരീങ്ങളെ, അതേപോലെ തന്നെ ബദരീങ്ങളെ എന്ന് വിളിച്ചു ബദരീങ്ങളോട് രോഗശമനത്തിന് വേണ്ടി തേടുകയാണ്. ഏത് അസുഖം വന്നാലും ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കാനും ബദരീങ്ങളെ വിളിച്ച് തേടാനും പറയാണ്. ബദരീങ്ങളുടെ നേതാവ് അത് പഠിപ്പിച്ചിട്ടില്ല. ഇവിടെയൊക്കെ നോക്കൂ നിങ്ങൾ, ഏതു ദുആയും അല്ലാഹുവിനോടാണ്. കാവൽ തരുന്നവൻ അല്ലാഹയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇപ്പം എത്ര ദുആകളായി നമ്മൾ ഡെയിലി പഠിക്കുന്നു, എല്ലാം അല്ലാഹുവിനോടുള്ള കാവൽ തേട്ടല്ലേ. അതുകൊണ്ട് അത് മറക്കരുത്. അപ്പം ഇന്ന് പഠിച്ച 2 ദുആകളും നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വസയ്യിഇൽ അസ്ഖാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട 2 അന്ന് പഠിച്ചിട്ടുള്ളത്. എല്ലാം പ്രധാനമാണ് ഇതൊക്കെ. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഖൽബ് തട്ടി നമ്മൾ കണ്ണീരൊലിപ്പിച്ച് നമ്മൾ പറയും. ഇതൊക്കെ നമ്മളാണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് പറയുമ്പോൾ കരഞ്ഞാണ് പറയും. നമ്മൾ ആരും കാണാതെ നല്ല സമയം നോക്കി അള്ളാഹിനോട് ഇതൊക്കെ ചോദിക്കുക. നിത്യജീവിതത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളിക്കുക. റഹ്മാനായ റബ്ബ് ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള ഷെറുകളിൽ നിന്നും നമുക്കെല്ലാം കാവൽ നൽകിയിട്ട് റബ്ബ് നമുക്ക് എല്ലാ അർത്ഥത്തിലും അവൻ്റെ പ്രത്യേകമായ ആ സഹായവും അവൻ്റെ പ്രത്യേകമായ തൗഫീഖും അവൻ നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.